8 വർഷം മുൻപ് യുവാവിനെ ബിയർ കുപ്പികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ 3 അതിഥി തൊഴിലാളികളെയും ബംഗാൾ അതിർത്തിയിൽ നിന്ന് പിടികൂടി. 8 വർഷം മുൻപ് യുവാവിനെ ബിയർ കുപ്പികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ 3 അതിഥി തൊഴിലാളികളെ ബംഗാൾ അതിർത്തിയിൽ നിന്ന് പിടികൂടി. ബംഗാൾ വഴി നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് അതിർത്തി ഗ്രാമങ്ങളിലൂടെ 4000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ചേർത്തല പോലീസ് പ്രതികളെ പിടികൂടിയത്. ബംഗാൾ ലങ്കാപുര ഹട്രി ഗാർഡൻ സ്വദേശി ബിക്ര, തൽസിപാര ടീ ഗാർഡൻ സ്വദേശി ആഷിഖ് ഒറാൻ, സാരവൻ ഒറാൻ എന്നിവരെയാണ് ചേർത്തല പോലീസ് സ്റ്റേഷൻ ASI രതീഷ് ഗോപകുമാർ, സിവിൽ പോലീസ് ഷിനു എന്നിവർ പിടികൂടിയത്. ചേർത്തലയിലെ സ്വകാര്യ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടെ 2018 ഓഗസ്റ്റ് 7-നാണ് ബാറിൽ മദ്യപിക്കാനെത്തിയ സംഘം വാക്കുതർക്കത്തെ തുടർന്ന് മായത്ര സ്വദേശി ഹരികുമാറിനെ ആക്രമിച്ചത്. വയറിൽ ആഴത്തിൽ കുത്തേറ്റ ഹരികുമാറിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ചേർത്തല പോലീസ് 4 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ പിന്നീട് ജന്മനാടായ ബംഗാളിലേക്ക് മുങ്ങി. ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ഹേമന്ത് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജൂൺ 22-ന് ചേർത്തല സ്റ്റേഷനിലെ ASI രതീഷ് ഗോപകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ഷിനു എന്നിവർ ബംഗാളിലേക്ക് യാത്ര തിരിച്ചത്. കൽക്കട്ടയിൽ നിന്നും 670 കിലോമീറ്ററോളം ദൂരമുണ്ട്. അലിപ്പുർദ്വാർ എന്ന് പറഞ്ഞ ജില്ലയാണ്. ആ ജില്ലയിലുള്ള അലിപ്പുർദ്വാർ ജില്ലയിലുള്ള ഈ പ്രതികളുടെ വീടുകൾ നമ്മൾ ഇറക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ കോഴിക്കോടുകാരനായ DIG അമർനാഥ് IPS സാറ് നമുക്ക് അവിടെ എത്തിയപ്പോൾ വേണ്ട സഹായങ്ങളൊക്കെ കിട്ടി. അതിന് പ്രകാരം പ്രതികളുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു പ്രതി പോലും നാട്ടിലില്ല. പിന്നെ അവരുടെ അയൽവക്കാരുടെയും പ്രതികളുടെ വീടുകളിലുള്ള ആൾക്കാരുടെയും മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് അവരെ നമ്മൾ ട്രേസ് ചെയ്ത് നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റി. ഇതിൽ 4 പ്രതികളിൽ 3 പ്രതികൾ ബംഗാളിലില്ല എങ്കിലും പല പല സ്ഥലങ്ങളിലായിട്ട് ഒളിവിലായിരുന്നു. പക്ഷേ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് വെസ്റ്റ് ബംഗാൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചപ്പോൾ കോടതി റിമാൻഡ് ചെയ്തപ്പോൾ ജയിലിലോട്ട് പോയി. ഒരു പ്രതിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇട്ടിട്ടുണ്ട്, അവരെ ട്രാക്ക് ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ വെസ്റ്റ് ബംഗാൾ DIG അമർനാഥ് സാറിന് ഞങ്ങൾക്ക് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. 4 പ്രതികളുണ്ട്. അതിൽ ഒരു പ്രതി അദ്ദേഹവും ബംഗാളുകാരനാണ്, പക്ഷേ നാട്ടിലില്ല. അദ്ദേഹം കേരളത്തിലെവിടെ ഉണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ട്രാക്ക് ചെയ്ത് പിടിക്കാനുള്ള അന്വേഷണത്തിലാണ്. ടീ എസ്റ്റേറ്റ് എന്ന് പറയും, ഫുള്ളാണ്, മലമ്പ്രദേശമാണ്. അവിടെ അനധികൃതമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. കാരണം അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ടീ എസ്റ്റേറ്റാണ് ഫുള്ള്. പക്ഷേ ഇവരെ അവിടെ കയറി താമസിക്കുന്നു. അവർക്ക് പിന്നെ തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഭൂട്ടാനാണ്. പിന്നെ ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളും അടുത്തലുണ്ട്. അങ്ങനെയൊരു സ്ഥലമാണ്. ഇവരെ എങ്ങനെ കൊണ്ടുപോകുന്നത്? റിസ്ക്കുള്ള സ്ഥലമാണ്. നമ്മൾ 3 ട്രെയിൻ മാറി കയറി വരണം. അപ്പോൾ ബംഗാൾ പോലീസിന്റെ സഹായത്തോട് തന്നെയാണ് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുന്നത്. 3 പ്രതികളെയും പിടികൂടി ട്രെയിൻ മാർഗം ചേർത്തലയിൽ എത്തിച്ചു. കേസിൽ ബംഗാൾ സ്വദേശി ബീഫിയ ഖാരിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.